ക്രൂശിത വഴിയിലൂടെ 7-ാം ദിനം. സങ്കീർത്തനം 51:7 പറയുന്നു, ഈസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, ഞാൻ നിർമ്മലനാകട്ടെ. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവരാകട്ടെ. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ കാലമാണ്, ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണ്. കിനാവും കണ്ണീരും സന്തോഷവും സുഖവും ദുഃഖവും ഒക്കെ ഇടകലർന്ന ഈ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒന്ന് ആത്മശോധന ചെയ്യുന്നതിനും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ക്രമീകരിക്കുന്നതിനുമുള്ള ഒരു സമയമാണ് നോമ്പുകാലം. എൻ്റെ ജീവിതത്തിൽ വേദനകളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അത് വീണ്ടും വീണ്ടും തുടരുകയാണെങ്കിൽ, അതിന് ഒരു മാറ്റവുമില്ല എങ്കിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, എൻ്റെ ആത്മാവിൽ ഒരു കല്ല് കടന്നുകൂടിയിട്ടുണ്ട്. അത് വിരോധത്തിൻ്റെ ആകാം, കോപത്തിൻ്റെ ആകാം, മതവിദ്വേഷത്തിൻ്റെ ആകാം, അസൂയയുടെ ആകാം, എന്തുമാകാം. അതൊക്കെ എന്തൊക്കെയായാലും ആ കല്ലിനെ ഒന്ന് നീക്കി നമ്മുടെ ആത്മാവിനെ കൂടുതൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ ഓരോ കഷ്ടതകളും സഹനങ്ങളും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നു, വരുന്ന ദുരിതങ്ങൾ സ്വീകരിക്കുക, ഞെരുങ്ങുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. എന്തെന്നാൽ സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചുളിയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതെന്താണ് എന്നൊന്ന് തിരിച്ചറിയുന്നതിനും അവയെ ഒന്ന് ശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കാം. ഈ നോമ്പുകാലത്ത് നമ്മുടെ മനസ്സിലുള്ള വെറുപ്പിൻ്റെ അന്ധകാരത്തെ മാറ്റി, മതവിദ്വേഷത്തിൻ്റെ അന്ധകാരത്തെ മാറ്റി, അസൂയയുടെയും കോപത്തിൻ്റെയും ഒക്കെ അന്ധകാരത്തെ മാറ്റി നന്മ നിറഞ്ഞ ഒരു ഹൃദയം സ്വായത്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ നമുക്കും യാത്ര തുടരാം. സ്തുതിയായിരിക്കട്ടെ.